ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ദേവുട്ടി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. ഇന്ന് എൻ്റെ സ്കൂളിലത്തെ 3rd ദിവസമാണ്. അപ്പോൾ ഞാൻ കരുതി അതൊന്ന് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ എന്താ ഇടയ്ക്കിടയ്ക്ക് വലിക്കുന്നത് നിങ്ങൾക്ക് അറിയിച്ചു. ജസ്റ്റ് ഞാൻ തണുപ്പ് ആക്കിയതാണ്. പക്ഷേ ഇത് നോക്കിക്കാൻ മിറ്റൊക്കെ ഫുള്ള് നനഞ്ഞതായി ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കിടക്കുന്നത്. ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നു. ഇപ്പല്ല, കുറച്ച് നേരം മുന്നേ തന്നെ എഴുന്നേറ്റ് വന്നു. 5 മണി ഒക്കെ ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു. പക്ഷെ ഞാൻ പല്ല് തേച്ചിട്ടില്ല. ഞാൻ ഹോംവർക്ക് ആയിരുന്നു. ഞാൻ കാണിച്ചു തരാം ആ ഒരു ഹോംവർക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇന്നലെ അതിൻ്റെ പകുതി ചെയ്തപ്പോൾ തന്നെ ഏകദേശം 11 മണിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിർത്തി വെച്ചിട്ട് രാവിലെ അമ്മേനോട് വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇന്നിപ്പോൾ ചെയ്യാണ്. സയൻസിൻ്റെ ബുക്കിലാണ് എനിക്കായി ഹോംവർക്ക് ഉള്ളത്. ഇതാണ് കഴിച്ച ഹോംവർക്കിൽ ഞാൻ ചെയ്തത്. പലവരും ഇത് ഫാമിലി ട്രീ ആണ്. എൻ്റെ പേര്, എൻ്റെ അമ്മയുടെ പേര്, എൻ്റെ അമ്മയുടെ അമ്മയുടെ പേര്, എൻ്റെ അമ്മയുടെ അമ്മയുടെ പേര്, അമ്മയുടെ 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 പേര്, അങ്ങനെ 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 അച്ഛൻ്റെതും എഴുതാം. അപ്പോൾ അറിയുന്നതോടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇത്രയൊക്കെ അവരുടെ പേര് അറിയുള്ളൂ. അമ്മേൻ്റെ അപ്പുറത്തുള്ള അമ്മയുടെ പേര് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതിയത്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു ഹോംവർക്ക്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ടൈം ടേബിൾ നോക്കി വെച്ചു. ഇത്രയും ബുക്കാണ് എനിക്ക് കൊണ്ടുപോകാനുള്ളത്. 8 വിഷയമുണ്ട് ഞങ്ങൾക്കുള്ളത്. ഒരു ദിവസം 8 വിഷയം. മൊത്തത്തിൽ 9 വിഷയവും 5 വിഷയം. 9, 10, 11, 12, 13, 14 വിഷയം. 14 വിഷയമാണ് ഞങ്ങൾക്ക് ഉള്ളത്. അത് ഞാൻ എല്ലാത്തിനും നോക്കില്ല, പീറ്റിക്ക് നോക്കില്ല. ഇതിനൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇനിയൊരു ബാഗ് പാക്കിങ് ആയാലോ. അപ്പോൾ ഇതാണ് എൻ്റെ ബാഗ്. ഇപ്പം ഞാനിതിൽ എന്തൊക്കെ വെക്കുന്നത് കാണിച്ചു തരാം. ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ. ഞാൻ പഠിച്ചതിൻ്റെ അവസ്ഥ. ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ പഠിച്ചത്. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഗൈസ്. ഫുൾ ഇവിടെ ഞാൻ തന്നെ അലങ്കാക്കിയത്. ഇവിടെ എൻ്റെ ബോക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ടൈം ടേബിൾ നോക്കി വെച്ച ബുക്ക് എടുത്തിട്ട്, ഇത്രയും ബുക്കാണ് ഞാൻ ടൈം ടേബിൾ നോക്കി വെച്ചിട്ടുള്ളത്. ഇത് ഓരോന്നോരോന്നായിട്ട് എനിക്ക് ബാഗിൽ കയറ്റണം. ഇത്രയും ബുക്കുകളുണ്ട്. 8 വിഷയം. ടെക്സ്റ്റ് ബുക്കൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. മിസ്മാരുടെ കയ്യിൽ ബുക്കുണ്ട്. അപ്പോൾ അതിൽ നോക്കിയിട്ടാണ് പഠിപ്പിക്കുന്നത്. ഇന്ന് ബുക്ക് കിട്ടും, ടെക്സ്റ്റ് ബുക്ക് ഞാൻ കിട്ടുക. അപ്പോൾ ഈ ബാഗിൽ ഇങ്ങനെ ഒരു സാധനമുണ്ട്. അതൊരു ഇതാണ്. ഇവിടെ ടെക്സ്റ്റ് ബുക്കിടെ നോട്ട്ബുക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ബാക്കിൽ നോട്ട്ബുക്ക് വയ്ക്കാം, ഫ്രണ്ടിൽ നോട്ട്ബുക്ക് വയ്ക്കുകയാണ്. ബാക്കിൽ കൊട, ബോക്സ്, പൗച്ച്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാം. അപ്പോൾ ഞാനങ്ങനെ മുമ്പത്തേൽ ഈ നോട്ട്ബുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വയ്ക്കാൻ പോകുന്നത് എക്സ്ട്രാ നോട്ട്ബുക്കാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് AI റോബോട്ടിക് ക്ലാസ് ഉണ്ട്, VE ക്ലാസ് ഉണ്ട്, PT ഉണ്ട്. അപ്പോൾ ഇതിന് മുന്നേ നോട്ട് വേണമെന്ന് എനിക്കറിയില്ല. അതിന് മുന്നേ ഞാൻ ഒരു നോട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി ചിലപ്പോൾ നെയിം സ്ലിപ്പിൽ പേരൊന്നും എഴുതാത്തതുകൊണ്ട് അങ്ങനെ എന്തായാലും ഒരു എക്സ്ട്രാ നോട്ട് ഞാൻ എടുക്കുന്നുണ്ട്. എപ്പോഴും എടുക്കാറുമുണ്ട്. ഇതെടുക്കുന്നത് നല്ലതാണ്. നമുക്ക് ക്ലാസ് തുറക്കുന്ന സമയത്തുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ബുക്കൊക്കെ അങ്ങനെ തരും. പിന്നെ എനിക്കിന്ന് ഇത്രയും ബുക്കാണ് കൊണ്ടുപോകേണ്ടാത്തത്. ഒന്ന് മലയാളം സെക്കൻഡിൽ എഴുതിയ ബുക്കാണ്. ശരിക്കും ഇത് മലയാളം സെക്കൻഡിലുള്ളതല്ല. ശരി, മലയാളം സെക്കൻഡ്.
ഇത് അടിസ്ഥാന പാഠാവലിയാണ്. അടിസ്ഥാന പാഠാവലി ഇന്നില്ല. പിന്നെ മാത്സ് ഞാൻ രണ്ട് നോട്ടുണ്ടായിരുന്നു ഞാൻ വാങ്ങിയത്. ഒന്ന് എൻ്റെ ബാഗിലുണ്ട്, ഒന്ന് ഇതുമുണ്ട്. മാത്സ് ഇപ്പോൾ 2 നോട്ട് വാങ്ങുന്നത് നല്ലതാണ്, കാരണം പെട്ടെന്ന് എനിക്ക് മാത്സ് നോട്ട് തീരാറുണ്ട്. പിന്നെ ഒരു എക്സ്ട്രാ കട്ടിയുള്ള ബുക്കുണ്ട്. റോബോട്ടിക്സിനും PT-ക്കും അങ്ങനത്തതിനൊക്കെ ഇത് കട്ടിയില്ലാത്ത ബുക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കട്ടിയില്ലാത്ത ബുക്കൊക്കെ ഞാൻ ആ 3 വിഷയത്തിന് ബാഗിൽ വെച്ചിട്ടുണ്ട്. അടുത്തത് വരുന്നത് ബോക്സാണ്. എൻ്റെ ബോക്സും ഞാൻ നമുക്ക് കാണിച്ചു വെച്ചിട്ടാണ് തോന്നണേ. നമുക്ക് എല്ലാം കാണിച്ച് നിന്നിട്ട് സാധനങ്ങളൊക്കെ വയ്ക്കാം. എനിക്ക് പെൻസിൽ കാടാനുള്ള മടി പറയുന്നത് ഫസ്റ്റത്തെ കറയിൽ ഈ പെൻസിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ റെഡിയായിപ്പോകും. ഒരു കളറുണ്ട് മാറും. അതുകൊണ്ട് ഞാൻ പെൻസിൽ ക്യാപ്പ് വാങ്ങാൻ നോക്കിയിട്ട് പക്ഷെ കിട്ടുന്നില്ല. ഇതാണ് എൻ്റെ ബോക്സ്. 179 രൂപ. ബാർബിയുടെ തീമിൽ അതൊരു കൊച്ചു TV ആണ്, ഞാൻ കാണാറുണ്ട്. ബാർബി പറഞ്ഞ ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിൻ്റെ കൊച്ചു TV നമ്മുടെ 458 എന്ന് പറയുന്നൊരു ചാനലിൽ നമ്പർ പറഞ്ഞിട്ട് ചാനലിൽ അങ്ങനത്തെ ഒരു നമ്പറുള്ള ഒരു ചാനലിലുണ്ട്. എന്തോ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ഒരു കുറച്ച് ചെറുപ്പൊക്കെ വെച്ചിട്ടുള്ള ബാർബിമാരുടെ അതന്നെയാണെന്ന് അത് തോന്നുന്നത്. അതാണെന്നാണ് എൻ്റെ ഒരു ഇത് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഇവിടെ ഞാൻ സ്കെയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കവർ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കെയിലിൽ പെൻസിലൊക്കെ തട്ടി അറ്റൊക്കെ കളറൊക്കെ മാറും. അതുകൊണ്ട് ഞാൻ എപ്പോഴും കവർ ഇടും. പിന്നെ ഒരൊറ്റ പേന ഫസ്റ്റത്തെ റാക്കിൽ ഒറ്റ പേന. പിന്നെ ഒരു ഗോൾഡൻ കളർ പേന. ഇതാണ് പെൻസിലിൻ്റെ ക്യാപ്പിലാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഇങ്ങനെ വരഞ്ഞ ആൾക്ക് കോളായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പെൻസിൽ ക്യാപ്പ് അങ്ങനെ പറയും. അടുത്തത് ഞാൻ ഒരു കട്ടർ വെക്കുന്നുണ്ട്. ഗൈസ് അങ്ങനെ വെച്ചിട്ട് വീഡിയോയിലൊന്നും കാണുന്നില്ല. പിന്നെ ഞാൻ കരുതി പിന്നെ വേറൊരു ദിവസം നമുക്ക് എടുക്കാം പാക്കിങ് എന്ന് ഞാൻ കരുതി. അതാകുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുറച്ചും കൂടെ സാധനങ്ങൾ കൂടിക്കോളും. അപ്പം ഞാൻ കരുതി പിന്നെ ഒരു ദിവസം അതിനായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന്. ഞാൻ എൻ്റെ ബാഗിൽ ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് കാണാം. ഗൈസ് ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു. ഇനി ഞാൻ പോയി പല്ല് തേച്ച് മുഖം കഴുകിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞാൻ പല്ല് തേച്ചു, മുഖം കഴുകി. ഇനി പോയിട്ട് കുളിക്കണം. കുളിച്ചിട്ട് എനിക്ക് യൂണിഫോം ഇടണം. തല നനയ്ക്കില്ല. പോയിട്ട് മേലൊക്കെ നനച്ച് കുളിക്കണം. എന്നിട്ട് ഡ്രസ്സ് മാറണം. അപ്പോൾ ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. ഞാൻ ഇപ്പോഴത്തെ ഒരു സമയം നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇപ്പോൾ സമയം 7:08. അപ്പോൾ ഏകദേശം എനിക്ക് പോകാനാകുമ്പോഴേക്ക് ഏകദേശം 8:25 ആവാൻ സമയമുണ്ട്. അവിടെയാണ് എൻ്റെ ബസ് വരിക. എനിക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ആ ഒരു നീല മതിലിൻ്റെ അവിടെ മെയിൻ റോഡാണ്. കുറച്ചുകൂടി ഇപ്പുറത്ത് നിന്നാൽ കാണാൻ പറ്റും. ഈ മതിലിൻ്റെ ഇപ്പുറത്ത് കുറച്ച് മെയിൻ റോഡാണ്. അപ്പോൾ അവിടെ നിന്നിട്ടാണ് ഞാൻ കയറുക. ഇതുണ്ട്, ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കയറി ആ മതിലിൻ്റെ അവിടെ ഒരു വഴി, അതൊക്കെ മെയിൻ റോഡാണ്. വീട് കാണാത്തവർക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്കെല്ലാം വീട് കാണിച്ചു തരാം. ഗൈസ് ഇവിടെ ഗേറ്റാണ് കേട്ടോ. ഇവിടെ വണ്ടി പിന്നെ അവിടെ ബുള്ളറ്റ് ഒരു വണ്ടി ഒരു കാക്ക കൊണ്ടുപോയിക്കാണ്. പിന്നെ ഒരു വണ്ടി അച്ഛൻ കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെയുള്ള 2 ഇതാണ് ഗൈസ് എൻ്റെ വീട്. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. പേപ്പർ എവിടെ വെച്ചിട്ടുണ്ട്, പത്രക്കാരും. ഇപ്പോൾ നമുക്ക് എടുക്കാം. അയ്യോ ഗേറ്റ് തുറക്കാൻ ഗൈസ് അവിടെ കേട്ടോ പത്രം വെക്കുക.
ഇന്ന് ജൂൺ 4 ഗൈസ്. എനിക്ക് പോയി കുളിക്കണം, എന്നിട്ട് ഡ്രസ്സ് മാറണം. ഞാൻ കുളിച്ച്, അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ പോയി കുളിച്ചിട്ട് വന്നു. കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ടൈയും ബെൽറ്റും ഒക്കെ, ബെൽറ്റില്ല ടൈയുള്ളൂ ഇങ്ങിട്ട് വന്നു. ഇനി ഞാൻ മുടി കെട്ടിയിട്ട് ഒരുങ്ങും. കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ചും വെള്ളവും സ്നാക്സും റെഡിയാക്കും. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ പോയിട്ട് ഒരുങ്ങും. അത് കഴിഞ്ഞ് ഞാൻ കഴിക്കും, ഒരുങ്ങും, കഴിക്കും, ലഞ്ചൊക്കെ പാക്ക് ചെയ്ത് വയ്ക്കും. പിന്നെ എൻ്റെ ടൈ ഇടണം, പിന്നെ മുടി കെട്ടണം. മുടി ഇനിയിപ്പോൾ കെട്ടും. ഇപ്പം നമുക്ക് പോയിട്ട് ഒരുങ്ങാനുള്ള സാധനങ്ങൾ എടുത്തിട്ട് വരാം. അത് ഞാൻ ഒരുങ്ങാനുള്ള സാധനങ്ങൾ എടുത്തിട്ട് ടാപ്പ് ചെയ്യുന്ന വരാം. വേഗം വന്നില്ലേ. അപ്പോൾ ഗൈസ് ആദ്യം ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ കയ്യിലെടുത്തിട്ട് വന്നതാണ്. സൺസ്ക്രീമാണ് ഞാൻ ആദ്യം ഇട്ടെടുക്കാൻ പോകുന്നത്. ഞാൻ കണ്ണെഴുതിയിട്ടാട്ടോ വന്നത്. ആരൊക്കെയാണ് സ്കൂളിൽ പോകുമ്പോൾ തന്നെ കണ്ണെഴുതുന്നതെന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ തന്നെയാണ് കണ്ണെഴുതുക. ഇവിടെ നേരം കൂടുതലൂടെ നേരം കൊടുക്കും. പൗഡർ ഇട്ട് കൊടുക്കാം. ഞാൻ പൊട്ടിട്ടെടുക്കുകയാണ്. നമുക്ക് പുരി കഴുകാം. ഇതെങ്ങനെയാണ് ഞാൻ പോണേന്ന് നിങ്ങൾ കരുതും. അല്ല ഗൈസ്, ഇങ്ങനെ വരച്ചിട്ട് ഇതിൻ്റെ തുടച്ചിടും. അപ്പോൾ പിരിക്കത്തിനൊരു ഡാർക്ക് ഷെയ്ഡ്. തോർത്തെടുക്കാം. ഉണ്ടോ ഇനി എഴുതിയിട്ടില്ലെങ്കിലും എഴുതിയ പോലെ ഇരിക്കും. ഇപ്പോൾ ഒരു എഴുതിയൊരു ഫീലുണ്ട്, പക്ഷെ ക്യാമറ കാണുമ്പോൾ ഇല്ല, നേരെ കാണുമ്പോൾ ഉണ്ട്. ഇനി ഞാൻ ഇവിടെ ഒന്ന് ഷെയ്ഡ് കൊടുക്കും.
ഓക്കെ, ഇനി കണ്ണെഴുതാം. ഇത് കൺമഷിയാണ് കേട്ടോ. എനിക്കറിയില്ല. എനിക്കിത് ഹൈബ്രോ ആണെന്ന്. ഇതാ ഐലൈനർ പെൻസിലാണ്. ഞാനിത് പിരികെയ്തേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മുടി കെട്ടാം. മുടി ഇപ്പോൾ കെട്ടാറില്ല, സാധാരണ നേരത്തെ കെട്ടാറ്. അപ്പോൾ ഇനി അതൊക്കെ എടുക്കണ്ടേ. സോ ഞാൻ പോയിട്ട് സമയത്തിന് നോക്കിയിട്ട് അപ്പോൾ ഇപ്പോൾ മുടി കെട്ടാണ്. അപ്പോൾ പോകാനാകുമ്പോൾ മുടി കെട്ടാം. ഗൈസ്, ഇവിടെ പഴം പുഴുങ്ങിയത് ആയിട്ടുണ്ട്. ഞാൻ പഴം പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാനല്ല വെച്ച, അമ്മയാണ് വെച്ചത്. എനിക്ക് പഴം പുഴുങ്ങിയത് ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞത്. പഴം പുഴുങ്ങിയതും മുട്ട പുഴുങ്ങിയതും ഇഷ്ടമാണ് എനിക്ക്. ഞാൻ കഴിക്കുന്നത് ഇഷ്ടമുള്ളൊരു സാധനമാണിത്. ഇത് പൊളിക്കാനാണ് പാട്, ചൂടായതുകൊണ്ട്. വെന്തില്ലേ? വെന്തിട്ടില്ല. ഒരു 2 സെക്കൻഡ് അടി. അപ്പോൾ ഗൈസ്, ഞാൻ മുടി കെട്ടിയിട്ടില്ല. ഞാൻ കഴിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ അച്ഛൻ വിളിച്ചു. ബിസ്ക്കറ്റ് ആട്ടോ കഴിക്കുന്ന. ഇത് എനിക്ക് സ്നാക്സ് കൊണ്ടുപോകാണ്. ഇതെനിക്ക് സ്നാക്സ് കൊണ്ടുള്ള ബിസ്ക്കറ്റാണ്. പക്ഷേ എനിക്ക് സ്നാക്സ് കൊണ്ടാവില്ല. ഞാനിപ്പോൾ തിന്നാം. ASMR കാണിച്ചു തരാം. മൈക്ക് വെച്ചിട്ടില്ല ഗൈസ്, അതുകൊണ്ട് കേൾക്കില്ല. ക്ലിയറായിട്ട് കേൾക്കില്ല മൈക്ക് വെച്ചിട്ടില്ലാത്തതുകൊണ്ട്. മൈക്ക് വെച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു മൈക്കുണ്ട്. മൈക്കൊന്നും ഇല്ല കേട്ടോ ഗൈസ്. ഇത് ഫുള്ളും കഴിച്ചു.
ഞാൻ എനിക്ക് അമ്പഴങ്ങയും നാരങ്ങയും കാണിച്ചുതരാം. അമ്പഴങ്ങയുടെ മരമാണ് കേട്ടോ. അമ്പഴങ്ങ കാണുന്നുണ്ടോ എനിക്കറിയില്ല. ഞാൻ നാരങ്ങ കാണിച്ചുതരാം. ഗൈസ്, നമ്മൾ കഞ്ഞി കുടിക്കാൻ പോകണം. അപ്പം നമുക്ക് കഞ്ഞി എടുക്കാം, എന്നിട്ട് കഴിക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.